ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. HSC നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇന്ന് 60 ദിവസമായി അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നല്ല രീതിയിൽ പഠിച്ചോണം. കാരണം വെച്ചാൽ ഈ പ്രാവശ്യം നടക്കുന്ന HSC എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഖാദർ കമ്മിറ്റി നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇനിയൊരു HSC എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നടക്കാവുന്ന ഏറ്റവും ലാസ്റ്റ് എക്സാം തന്നെയാവാം ഇതെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ മത്സരിക്കുന്നത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവരോടാണ് എന്ന് എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവണം. വ്യക്തമായ സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഒരു പേടിയുടെയും ആവശ്യമില്ല. നമ്മുടെ എക്സാമിൻ്റെ സമയത്ത് വളരെ കോൺഫിഡൻസോടു കൂടി തന്നെ നമുക്ക് എക്സാമിന് പോകാം അല്ലേ? അപ്പോൾ HSC പഠനത്തിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് CCയിൽ ജോയിൻ ചെയ്യുക. CCയിലെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്, പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ നന്നായിട്ട് ജോയിൻ ചെയ്യാം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാനോടുകൂടി, വ്യക്തമായ റിവിഷൻ ടൈം ടേബിളോടുകൂടി, വ്യക്തമായ റിവിഷൻ ടെസ്റ്റുകളിലൂടെ നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്ത് തരും അല്ലേ? നമ്മൾ അവരെയല്ല, അവർ നമ്മളെ പ്രിപ്പയർ ചെയ്ത് തരും. എന്തിനു വേണ്ടിയിട്ട്? ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പല പല ടെക്സ്റ്റുകളിൽ നിന്ന് വായിച്ച്, പല പല നോട്ടുകളിൽ നിന്ന് വായിച്ച് കുറേ അധികം ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾ കൈ വെച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഒരു എക്സാംസിലൂടെ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലേ? അങ്ങനെ ഒരു 10, 12, 20 എക്സാംസ് ഒക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങൾ എന്താവും? നല്ല കോൺഫിഡൻ്റ് ആവും. അപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിനെ സമീപിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക പുതിയ ബാച്ചിലോട്ട്. CCയുടെ പുതിയ നാച്ചുറൽ സയൻസിൻ്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കി നിൽക്കാനോ ഇല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാനോ ജോയിൻ ചെയ്യണോ പഠിക്കണോ എന്നൊന്നും ആലോചിക്കാനുള്ള ഒരു സമയമില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ളത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ആ സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് HSCയിൽ ഒരു നല്ല റാങ്കിലോട്ട് എത്തുള്ളൂ. HSCയുടെ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വന്നതുകൊണ്ടോ ഇല്ലെങ്കിൽ ആദ്യത്തെ 50 വന്നതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ആദ്യത്തെ 20 തന്നെ വരണം. അതും എല്ലാ ജില്ലകളിലും 20 പോസ്റ്റിംഗ് പോലും ഇല്ല അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ റാങ്കുകളിൽ വരണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നിങ്ങൾ പഠിച്ചു പോകുക. ഇതത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഒരു HSC എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഓൾറെഡി നിങ്ങൾ ഒന്നെങ്കിൽ സുവോളജി അറിയാവുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബോട്ടണി അറിയാവുന്നവരായിരിക്കാം അല്ലേ? അപ്പം മറ്റൊരു സബ്ജക്റ്റ് കൂടി മാത്രം പഠിച്ചാൽ മതി. ബോട്ടണി അറിയാവുന്നവർക്ക് സുവോളജി അറിയാവുന്നവർക്ക് ബോട്ടണി മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് സേഫുമാണ്. അപ്പോൾ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഈ സമയം, കിട്ടിയ സമയം, ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ, ആ സമയം വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? HSCയുടെ മുൻ റാങ്കുകളിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ CCയുടെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങും കേട്ടോ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെക്കുറിച്ചാണ്, ഇല്ലെങ്കിൽ ഇമ്മ്യൂണോളജി എന്ന് പറയും. എന്താണ് രോഗപ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ? എന്താണ് രോഗപ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ? അതൊരു ശേഷിയാണ്. എന്തിനുള്ള ശേഷിയാണ്? പ്രതിരോധിക്കാനുള്ള ശേഷിയാണ്. എന്തിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയാണ്? രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയാവാം, അല്ലെങ്കിൽ രോഗാണുവിനെതിരെ പ്രതിരോധിക്കാനുള്ള ശേഷിയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോക്സിക് സബ്സ്റ്റൻസിന് എതിരെ പ്രതിരോധിക്കാനുള്ള ശേഷിയാണ്. ആ ശേഷിയാണ് നമ്മളെന്ന് വിളിക്കുക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രോഗപ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ രോഗത്തിനെതിരായിട്ടോ ഇല്ലെങ്കിൽ രോഗം വരുത്തുന്ന രോഗവാഹകർക്കെതിരായിട്ടോ അല്ലെങ്കിൽ രോഗാണുവിനെതിരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരത്തിന് കേടുവരുത്തുന്ന ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെതിരായിട്ടോ ഉള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ മാർഗത്തെയാണ് പ്രതിരോധ ശേഷിയാണ് നമ്മളെന്ന് വിളിക്കുക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ആ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്ന ടേം, അല്ലെങ്കിൽ ഇമ്മ്യൂണോളജി നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. പ്രതിരോധ ശേഷിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേത് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്നും രണ്ടാമത്തേത് ആർജിത പ്രതിരോധ ശേഷി എന്നും. രണ്ട് തരത്തിലുള്ള പ്രതിരോധ ശേഷികളാണുള്ളത്. സ്വാഭാവിക പ്രതിരോധ ശേഷി എന്നും ആർജിത പ്രതിരോധ ശേഷി എന്നും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഒന്നാമത്തേതാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി അഥവാ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പഠിക്കും അല്ലേ? ഒരു വ്യക്തി ജന്മന നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ബൈ ബർത്തോടു കൂടി നേടിയെടുക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് നമ്മളെന്ന് വിളിക്കുക സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അഥവാ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വളരെയധികം പ്രത്യേകതകളുണ്ട് ഏതിന്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക്. എന്തെല്ലാമാണ്? ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ നോൺ സ്പെസിഫിക് ആണ്. എന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും ഒരു പ്രത്യേകതരം രോഗാണുവിനെതിരെയോ ഇല്ലെങ്കിൽ പ്രത്യേകതരം രോഗത്തിനെതിരെയോ ഒന്നും ആയിരിക്കില്ല ആക്ട് ചെയ്യുക. ഏത് രോഗങ്ങൾ വന്നാലും അതിനെ അഗൈൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഓടിക്കാൻ, രോഗാണു വന്നു കഴിഞ്ഞാൽ അതിനെ ഓടിക്കാനായിട്ട് എന്ത് ചെയ്യും? ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വഴി നമ്മൾ ഡെവലപ്പ് ചെയ്ത എല്ലാ സിസ്റ്റങ്ങളും ആക്ട് ചെയ്യും
അങ്ങനെ തരത്തിലുള്ള പ്രതിരോധ ശേഷിയാണ് നമ്മളെന്ന് വിളിക്കുക ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. എന്ന് വെച്ചാൽ അവർ നോൺ സ്പെസിഫിക് ആണ്. ഏതെങ്കിലും ഒരു പാത്തോജന് ഒരു പർട്ടിക്കുലർ പാത്തോജനോ അല്ലെങ്കിൽ രോഗാണുവിനെതിരെയോ മാത്രമല്ല, എന്ത് രോഗാണുക്കൾ വന്നു കഴിഞ്ഞാലും അവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ഒരുമിച്ച് എന്ത് ചെയ്യും, എഗൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയുള്ള പ്രതിരോധ ശേഷിയാണ് നമ്മളെന്ന് വിളിക്കുക സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് വിളിക്കാം. ഈ രോഗ പ്രതിരോധ ശേഷിക്ക് ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അവയിൽ കണ്ടുവരുന്ന പ്രതിബന്ധങ്ങളാണ്. അതിന് നമ്മളെന്ന് വിളിക്കാം ബാരിയേഴ്സ് എന്ന് വിളിക്കും. പ്രതിബന്ധങ്ങൾ അഥവാ ബാരിയേഴ്സ് എന്ന് വിളിക്കും. അതായത് സ്വാഭാവിക പ്രതിരോധ ശേഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അവയിൽ കണ്ടുവരുന്ന പ്രതിബന്ധങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ബാരിയേഴ്സ് എന്ന് വിളിക്കും. 4 തരത്തിലുള്ള ബാരിയേഴ്സ് ആണുള്ളത്. 1 ഭൗതിക പ്രതിബന്ധങ്ങൾ, 2 ജീവധർമ്മപരമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ, 3 സെല്ലുലാർ അല്ലെങ്കിൽ കോശ സംബന്ധമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ കോശകീയ പ്രതിബന്ധങ്ങൾ, 4ാമത്തേത് സൈറ്റോകൈൻ പ്രതിബന്ധങ്ങൾ. ഏതെല്ലാമാണ് 4 പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത്? 1ാമത്തേത് ഭൗതിക പ്രതിബന്ധം അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ, 2ാമത്തേത് കോശകീയ പ്രതിബന്ധങ്ങൾ, 3ാമത്തേത് സൈറ്റോകൈൻ പ്രതിബന്ധങ്ങൾ. ഇങ്ങനെ 4 തരത്തിലുള്ള പ്രതിബന്ധങ്ങളാണ് ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കിയേക്കാം. അതിൽ 1ാമത്തെ പ്രതിബന്ധം ഭൗതിക പ്രതിബന്ധം. 2 തരത്തിലുള്ള ഭൗതിക പ്രതിബന്ധങ്ങളാണ് നമുക്കുള്ളത്. അതിലൊന്ന് ത്വക്കാണ്, 2ാമത്തേത് ശ്ലേഷ്മസ്തരവും. ത്വക്ക് എന്ന് പറഞ്ഞാലും അതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ സ്ട്രേറ്റം കോർണിയം എന്ന് പറയും. സ്ട്രേറ്റം കോർണിയ, ഈ സ്ട്രേറ്റം കോർണിയ എന്ന് വെച്ചാൽ നമ്മുടെ എപ്പിഡെർമിസിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ്, ഏറ്റവും ഉപരിതലത്തിലുള്ള ലെയറിനെ നമ്മൾ സ്ട്രേറ്റം കോർണിയ എന്ന് പറയുന്നത്. ഈ സ്ട്രേറ്റം കോർണിയ എന്ന് പറയുന്നത് ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്, അല്ലേ? നമ്മൾ ജനിച്ചതിന് ശേഷമല്ല നമ്മുടെ ബോഡിയിൽ ത്വക്ക് ഫോം ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവും? ത്വക്കുണ്ടാവും. ആ ത്വക്കാണ് നമ്മുടെ ബോഡിയിലെ ഏതൊരു ജേംസിന് എഗനസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡസ്റ്റിനെതിരായിട്ട്, പോളൻ ഗ്രെയിൻസിന് എഗനസ്റ്റ് ആയിട്ട് എന്ന് വേണ്ട ഏതൊരു ആൻറ്റിജൻസ് വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് നൽകുന്ന വസ്തു എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഈ ത്വക്ക് തന്നെയാണ്, അല്ലേ? അതാണ് 1ാമത്തെ ഭൗതിക പ്രതിബന്ധം എന്ന് പറയുന്നത്. 2ാമത്തെ പ്രതിബന്ധമാണ് ശ്ലേഷ്മപാളി അഥവാ മ്യൂക്കോസൽ മെംബ്രെയിൻ എന്ന് നമ്മൾ പറയും. നമുക്കറിയാം മ്യൂക്കോസൽ മെംബ്രെയിൻസ് കാണപ്പെടുന്നത് മ്യൂക്കോസ് സ്രവിക്കപ്പെടുന്ന സ്ഥലങ്ങളിലാണ്, അല്ലേ? എവിടെയെല്ലാമാണ്? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ ശ്വസനനാളം എന്ന് പറയും, ആമാശയക്കുടൽ നാളങ്ങളിൽ കണ്ടവർ, അതായത് ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ കണ്ടും, അതുപോലെ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ കാണും, അതുപോലെ തന്നെ പറഞ്ഞ യൂറിനോജെനിറ്റൽ ട്രാക്ട്, ഇവിടങ്ങളിലെല്ലാമാണ് ശ്ലേഷ്മസ്തരങ്ങൾ കണ്ടുവരിക. ഈ ശ്ലേഷ്മസ്തരവും എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഭൗതിക പ്രതിബന്ധമായിട്ട് ആക്ട് ചെയ്യും. വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ശ്വസിക്കുന്നതിനകത്ത് ഉണ്ടാകുന്ന മൈക്രോബ്സിനെ ആണെങ്കിലും, അല്ലെങ്കിൽ ശ്വസിക്കുമ്പോൾ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന എയറിലുണ്ടാകുന്ന മൈക്രോബ്സിനെ ആയാലും, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തുള്ള മൈക്രോബ്സിനെ ആയാലും എല്ലാം എന്ത് ചെയ്യും? ഇവർ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് ഇവ രണ്ടും എന്തെന്ന് പറയാൻ കാരണം? ഭൗതിക പ്രതിബന്ധം എന്ന് പറയാനായിട്ട് കാരണം. 2ാമത്തെ പ്രതിബന്ധം എന്ന് പറയുന്നത് ജീവധർമ്മപരമായിട്ടുള്ള പ്രതിബന്ധം. ഇനി എന്താണ് ജീവധർമ്മപരമായിട്ടുള്ള അല്ലെങ്കിൽ ജീവധർമ്മപരമായ പ്രതിബന്ധം എന്ന് വെച്ചാൽ കുറച്ച് സെക്രീഷൻസ് ആണ് നമ്മുടെ ബോഡി സ്രവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ബയോളജിക്കൽ ഫങ്ഷൻസ് നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന കുറച്ച് സെക്രീഷൻസ് അല്ലെങ്കിൽ സ്രവങ്ങളാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങളായിട്ട് ആക്ട് ചെയ്യുക. അതിലൊന്നാമത്തത് HCl ആണ്, അല്ലേ? നമ്മുടെ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് ഏതെന്ന് പറയുന്നത് HCl. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തുള്ള മൈക്രോബ്സിനെ ആര് നശിപ്പിക്കും? ഈ HCl നശിപ്പിക്കും. 2ാമത്തത് pH ആണ്. എന്താണ് pH എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള ഓരോ ലിക്വിഡ്സിനും അല്ലെങ്കിൽ ഓരോ സ്രവത്തിനും ഒരു പർട്ടിക്കുലർ pH ഉണ്ട്, അല്ലേ? ഒരു ഹൈലി ആസിഡിക്കോ ഹൈലി ആൽക്കലൈനോ അല്ല, ഒരു മീഡിയം ലെവലിലായിരിക്കും, അല്ലേ? നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ pH ലെവലിന് ഒരു വ്യത്യാസം വരും. നമ്മൾ ആൽക്കലോസിസും ആസിഡോസിസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? ഇതെല്ലാം എന്ത് കണ്ടീഷനാണ്? ഇതൊരു പ്രിവെൻറ്റീവ് മെത്തേഡ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണോളജിക്കൽ പ്രോസസ്സ് കൂടിയാണ്. ഈ അല്ലെങ്കിൽ ഇവർ pH ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതും എന്താണ്? ഇമ്മ്യൂണോളജിക്കൽ പ്രോസസ്സ് തന്നെയാണ്. അടുത്തെന്ന് പറയുന്നത് പിത്തരസമാണ്, ബൈലിനകത്ത് ഉണ്ടെങ്കിരിക്കുന്ന ബൈകാർബണേറ്റ് എല്ലാം എന്ത് ചെയ്യും? മൈക്രോബ്സിനെ ഓടിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈംസ്, അവയും ഏറ്റവും നല്ല ഒരു ഇമ്മ്യൂണോളജിക്കൽ ഏജൻ്റാണ് ലൈസോസൈം എന്ന് പറയുന്നത്. അതുപോലെ ഉമിനീര്, ബൈകാർബണേറ്റ് അയോൺസ്, അതുപോലെ ശരീരോഷ്മാവ്. സാധാരണ രീതിയിൽ ശരീരോഷ്മാവ് എന്ന് പറയുന്നത് സൈറ്റോകൈൻ ബാരിയറായിട്ടും പറയാറുണ്ട്, അതുപോലെ തന്നെ ജീവധർമ്മപരമായിട്ട് പ്രതിബന്ധമായിട്ടും പറയാറുണ്ട്, അല്ലേ? നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എന്തൊരു പാത്തോജൻസ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ബോഡി എന്ത് ചെയ്യും?
ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഒരു വൈറസോ ബാക്ടീരിയോ ഒക്കെ പ്രവേശിച്ചിട്ടുണ്ടോ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ക്രമാതീതമായിട്ട് ഉയരുന്ന സമയത്താണ് നമ്മൾ അറിയുക, അല്ലേ? അങ്ങനെ ആ ഉയർച്ച അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ നിന്ന് വിളിക്കുക പനി എന്ന് വിളിക്കുക. പനി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖമായിട്ട് കണക്കാക്കാറില്ല, അതൊരു രോഗലക്ഷണമാണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ഏതോ ഒരു മൈക്രോബ്സ് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് നമ്മുടെ ബോഡി പറയുന്ന സിംറ്റമാണ് ഏതെന്ന് പറയുന്നത്, പനി എന്ന് പറയുന്നത്. അതായത് ശരീര ഊഷ്മാവ് കൂട്ടി ആ മൈക്രോബ്സിനെ ഓടിക്കാനായിട്ട് നമ്മുടെ ശരീരം ശ്രമിക്കുന്ന ഇതിനെയാണ് നമ്മളതെന്ന് വിളിക്കുക പനി എന്ന് പറയുന്നത്, അല്ലേ? ഈ പറയുന്നവയെല്ലാം എന്തിൽ വരും? ജീവധർമ്മപരമായിട്ടുള്ള പ്രതിബന്ധങ്ങളിൽ വരും. ഇനി അടുത്ത പ്രതിബന്ധം എന്ന് പറയുന്നത് കോശകീയ പ്രതിബന്ധങ്ങളാണ്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചില കോശങ്ങളാണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ബാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഏതൊരു മൈക്രോബ്സ് വന്നു കഴിഞ്ഞാലും അവിടെ ഏറ്റവും ആദ്യം എത്തുന്ന കാവൽ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? WBC സെല്ലുകളാണ്. ആണല്ലോ? ആണ്. WBC സെൽ അഥവാ വൈറ്റ് ബ്ലഡ് സെല്ലാണ്, ശ്വേതരക്താണുക്കളാണ് അവിടെ ആദ്യം വരിക. ആ ശ്വേതരക്താണുക്കളിൽ തന്നെ ന്യൂട്രോഫിൽ സെൽസ് ആണ് ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ബോഡിയിൽ കണ്ടുവരുന്ന വൈറ്റ് ബ്ലഡ് സെൽസിൽ 60% ആരാണ്? ന്യൂട്രോഫിൽസ് ആണ്. പിന്നെ ബേസോഫിൽ സെൽസ് ഉണ്ട്, ദെൻ ഈസ്നോഫിൽസ് ഉണ്ട്. ഇവർ 3 പേരും 3 തരത്തിലാണ് എന്തിനെ ഓടിക്കുന്നത്? ഈ മൈക്രോബ്സിനെ ഓടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനോടൊപ്പം മാക്രോഫേജസ് സെല്ലുകളുണ്ട്, അതുപോലെ തന്നെ മോണോസൈറ്റ്സുകളുണ്ട്. ഇവയെല്ലാം എന്ത് ചെയ്യും? ഇവയെല്ലാം എന്തിനെ അഗൈൻസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നവരാണ്? ലിംഫോസൈറ്റുകളുണ്ട്. ഇവയെല്ലാം എന്തിനെ അഗൈൻസ്റ്റായിട്ട് ആക്ട് ചെയ്യും? ആൻറ്റിബോഡീസിനെ അഗൈൻസ്റ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കോശകീയ പ്രതിബന്ധങ്ങളെ കുറിച്ചാണ്. WBC സെല്ലുകൾ എന്ന് പറയുന്നതാണ് പ്രൈമറി എന്തെന്ന് പറയാം, കോശകീയ പ്രതിബന്ധങ്ങളായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു ടേമാണ് പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ് എന്ന് വിളിക്കും. ഇനി എന്താണ് പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ് എന്ന് വെച്ചാൽ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്മോൾ WBC സെൽസ്. ഒരു തരത്തിലുള്ള ഏറ്റവും ചെറിയ WBC സെല്ലുകൾക്ക് ഒരു എക്സാമ്പിളാണ് ഏതെന്ന് പറയുന്നത് ഈ പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ് അഥവാ PMNL എന്ന് നമ്മൾ പറയുന്നത്. എന്താണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു WBC സെല്ലുകളാണ്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു സ്വാഭാവിക കൊലയാളി കോശങ്ങൾ, അല്ലെങ്കിൽ നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് വിളിക്കും. നാച്ചുറൽ കില്ലർ സെൽസും എന്തായിട്ട് ആക്ട് ചെയ്യുന്നവയാണ്? കോശകീയ പ്രതിബന്ധങ്ങളിൽ വരുന്നവയാണ്. അതായത് പ്രതിബന്ധങ്ങളായിട്ട് ഇവിടെ വരുന്നത് ആരാണ്? അല്ലെങ്കിൽ ബാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതെല്ലാമാണ്? സെല്ലുകളാണ്, അല്ലേ? പല സെല്ലുകൾ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ പല സെല്ലുകൾ ഉപയോഗിച്ച് നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്യുന്ന പാത്തോജൻസിനെ നമുക്ക് ഓടിക്കാം. ഏതെല്ലാം സെല്ലുകളാണ് അതിനകത്ത് വരിക? WBC സെല്ലുകൾ വരും, മാക്രോഫേജസ് വരും, അതുപോലെ തന്നെ മോണോസൈറ്റ്സ് വരും, ന്യൂട്രോഫിൽസ് വരും, ബേസോഫിൽ സെൽസ് വരും എന്ന് വേണ്ട എല്ലാ WBC സെല്ലുകളും വരും. അതിനകത്ത് ഗ്രാനുലോസൈറ്റ്സ് എന്നോ ഗ്രാനുലോസൈറ്റ്സ് എന്നോ ഡിഫറൻഷിയേഷൻ ഒന്നുമില്ല, എല്ലാ സെല്ലുകളും തന്നെ വരുന്നതാണ്. അതിനകത്ത് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ WBC സെൽസ്, അതായത് ലിംഫോസൈറ്റ്സ് വരില്ല. ലിംഫോസൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും ലിംഫോസൈറ്റ്സ് എപ്പോഴും ആക്ടിവേറ്റ് ആകുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ആർജിത പ്രതിരോധ ശേഷിയുടെ ഭാഗമായിട്ടാണ് അത് ആക്ടിവേറ്റ് ചെയ്യുക. അതൊഴിച്ച് ബാക്കിയുള്ളവയെല്ലാം എന്തിൽ വരും? കോശകീയ പ്രതിബന്ധങ്ങളിൽ വരുന്നവയാണ്. അടുത്തത് സൈറ്റോകൈൻ ബാരിയേഴ്സ് ആണ്. ഇനി എന്താണ് സൈറ്റോകൈൻ ബാരിയേഴ്സ്? ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സൈറ്റോകൈൻ ബാരിയേഴ്സ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ, അല്ലെങ്കിൽ സൈറ്റോകൈൻ ബാരിയേഴ്സ് ആയിട്ട് വരുന്നത് ഇൻ്റർഫെറോൺസുകളാണ്. എന്താ ഇൻ്റർഫെറോൺസ് എന്ന് വെച്ചാൽ? പ്രോട്ടീൻസ് ആണ്. എപ്പോൾ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസാ? ഏതെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വൈറൽ ഇൻഫെക്ഷൻ്റെ ഫലമായിട്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻ്റർഫെറോൺസ് എന്ന്. ഇനി എന്താണ് ഇൻ്റർഫെറോൺസിൻ്റെ ഫംഗ്ഷൻ? ഇൻ്റർഫെറോൺസ് എന്ത് ചെയ്യുന്നറിയുമോ? ചുറ്റുപാടുമുള്ള ഓൾറെഡി ആ സെല്ലുകൾ അല്ലെങ്കിൽ വൈറസ് എന്തിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും? ഒരു പർട്ടിക്കുലർ സെൽസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സെല്ലിൻ്റെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നൈബറിങ് സെൽസിനെ എന്തിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാം? വൈറൽ ഇൻഫെക്ഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനാണ് എന്ത് സഹായിക്കുന്നത്? ഇൻ്റർഫെറോൺസ് സഹായിക്കുന്നത്. പലതരത്തിലുള്ള ഇൻ്റർഫെറോൺസുകളുണ്ട്. ഇൻ്റർലൂക്കിൻസ് എന്ന് നമ്മൾ പറയും. ആ ഇൻ്റർലൂക്കിൻസ് തന്നെ പലതരത്തിലുണ്ട്. ഇൻ്റർലൂക്കിൻസ് 1, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുണ്ട്. നമുക്ക് 2 നമുക്കൊന്ന് എക്സാമ്പിളായിട്ട് പഠിച്ചേക്കാം. ഒന്ന് ഇൻ്റർലൂക്കിൻ 1 ആണ്. എന്താണ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈനായിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു അണുക്കൾ വന്നാലോ അല്ലെങ്കിൽ അണുബാധ ഉണ്ടായാലോ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നവയാണ് ഏത്? ഇൻ്റർലൂക്കിൻ 1 എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻ്റർലൂക്കിൻ 2 ആണ്. അതായത്
ടി ലിംഫോസൈറ്റിൻ്റെ വ്യാപനത്തിന് സഹായിക്കും. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യും, അവിടെയെല്ലാം ടി ലിംഫോസൈറ്റ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആര് സഹായിക്കും, ഇന്റർലൂക്കിൻ 2 സഹായിക്കും. സോ ദീസ് ആർ അബൌട്ട് സൈറ്റോകൈൻ ബാരിയേഴ്സ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് പ്രതിബന്ധങ്ങളെക്കുറിച്ചായിരുന്നു. അതായത് സ്വാഭാവിക പ്രതിരോധ ശേഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് അവയിൽ കാണപ്പെടുന്ന പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള പ്രതിബന്ധങ്ങളുണ്ട്. ഏതെല്ലാം ഒന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതെല്ലാമായിരുന്നു? ഒന്നാമത്തത് ഭൗതിക പ്രതിബന്ധം, രണ്ടാമത്തത് സൈറ്റോകൈൻ പ്രതിബന്ധം, മൂന്നാമത്തത് ജീവധർമ്മപരമായിട്ടുള്ള പ്രതിബന്ധം, നാലാമത്തത് കോശകീയ പ്രതിബന്ധങ്ങൾ. ഇതിനകത്തൊന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇന്റർഫെറോൺസ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചതും കൂടിയാണ്. അപ്പോൾ വേറെ എന്ത് വേണമെങ്കിലും വരാം. ഇനി എന്താണ് സ്ട്രേറ്റം കോർണിയം? നമ്മുടെ ത്വക്കിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ്. അതെന്തായിട്ട് ആക്ട് ചെയ്യുക? ഇല്ലെ സ്ട്രേറ്റം കോർണിയം ഉൾപ്പെടുന്ന പ്രതിബന്ധം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആ പ്രതിബന്ധം എന്ന് പറയുന്നത്? ഭൗതിക പ്രതിബന്ധമാണ്. ഇല്ലെങ്കിൽ ഉമിനീര് എന്തിന് ഉൾപ്പെടുന്നു എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള പ്രതിബന്ധമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമിനീര് വരുന്നത് എന്താ? ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നതാണ് അല്ല, ജീവധർമ്മപരമായിട്ടുള്ള പ്രതിബന്ധം. ലൈസോസൈം വരുന്നത് എവിടെയാണ്? ശരീരോഷ്മാവ് കൂട്ടുന്നത് എന്ത് തരത്തിലുള്ള പ്രതിബന്ധമാണ്? എന്നിങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും അവിടെ നിന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. അടുത്തത് ആർജിത പ്രതിരോധ ശേഷി, അല്ലെങ്കിൽ നമ്മളെ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. ഒരു വ്യക്തി അയാളുടെ ലൈഫ് ടൈമിൽ ആക്റ്റീവ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആർജിത പ്രതിരോധ ശേഷി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അഥവാ സ്വാഭാവിക ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താ? ബൈ ബർത്ത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റി പവറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക. അതേസമയം ആർജിത പ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ ഒരു വ്യക്തി അയാളുടെ ലൈഫ് ടൈമിൽ, അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു രോഗം വന്നത് മൂലമാകാം, ഇല്ലെങ്കിൽ വാക്സിനേഷൻസ് വഴിയാവാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെഡിമെയ്ഡ് അല്ലെങ്കിൽ അമ്മയുടെ മുലപ്പാൽ വഴിയാവാം, അങ്ങനെ ഏതെങ്കിലും ഒരു റെഡിമെയ്ഡ് രൂപത്തിലുള്ള ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് വഴിയാവാം. അങ്ങനെ പല രീതിയിൽ ആ വ്യക്തി ജീവിച്ച് നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റി, ആ ഇമ്മ്യൂണിറ്റിയെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഈ ആർജിത പ്രതിരോധ ശേഷിയിലെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? ബി കോശങ്ങളുടെയും ടി കോശങ്ങളുടെയും പ്രസൻസ് ആണ്. ബി എന്ന് വെച്ചാൽ എന്താ? ബി ലിംഫോസൈറ്റ്സിൻ്റെയും ടി ലിംഫോസൈറ്റ്സിൻ്റെയും പ്രസൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തെല്ലാമാണ് ഇവയുടെ ഒരു പ്രത്യേകത? ഫസ്റ്റ് വൺ, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സ്പെസിഫിക് ആണ്, നോൺ സ്പെസിഫിക് അല്ല. ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവറാണ്, അല്ലെങ്കിൽ ഇതൊരു പാത്തോജൻ സ്പെസിഫിക് എന്ന് നമുക്ക് പറയാം അല്ലെ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗം വരുമ്പോൾ ആ രോഗത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുക? ഇവർ ആക്ട് ചെയ്യുക. ഇതൊരു പാത്തോജൻ സ്പെസിഫിക് ആണ്. ഏതെങ്കിലും ഒരു രോഗങ്ങൾക്കെതിരായിട്ട് മാത്രമാണ് ഇവർ ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് പാത്തോജൻ സ്പെസിഫിക്. അതായത് ഇപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു വാക്സിനേഷൻ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കോവിഡിന് വേണ്ടിയിട്ട് നമ്മളൊരു വാക്സിനേഷൻ എടുത്തു. ആ വാക്സിൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? ആ പാത്തോജൻസ് എന്ന് പറയുന്നത്, ആ പാത്തോജൻസ് എന്തിന് അഗേൻസ്റ്റ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യാം? കൊറോണയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. നമുക്ക് ഇനി ട്യൂബർകുലോസിസ് ഉണ്ടെന്ന് വിചാരിച്ച് ആ ബാക്ടീരിയയ്ക്ക് എതിരായിട്ട് അത് ആക്ട് ചെയ്യുമോ? ഇല്ല. അതൊരു പാത്തോജൻ സ്പെസിഫിക് ആണ്. ഏത് രോഗത്തിനാണോ എടുക്കുന്നത് ആ രോഗത്തിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് മാത്രമേ എന്ത് ചെയ്യൂ? ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യൂ. അതുകൊണ്ടാണ് നമ്മൾ അവയെ എന്തെന്ന് വിളിക്കാൻ കാരണം? പാത്തജൻ സ്പെസിഫിക് എന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മെമ്മറിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു ചിക്കൻ പോക്സ് വന്നെന്ന് വിചാരിക്കുക. ആ സാധാരണഗതിയിൽ നോർമലി ഒരു വ്യക്തിക്ക് അയാളുടെ ലൈഫ് ടൈമിൽ ഒരു തവണയാണ് ചിക്കൻ പോക്സ് വരാനുള്ള ചാൻസ് നോർമലി. അല്ലാതെ വരുന്നവരും ഉണ്ടാവാം. പക്ഷേ നോർമലി ഒരു 90% ആളുകളിലും ഒരു ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമേ ചിക്കൻ പോക്സ് വരിക. എന്താ കാരണം? ആദ്യത്തെ തവണ ചിക്കൻ പോക്സ് വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് അറിയില്ല അത് ഏത് തരത്തിലുള്ള ആൻറ്റിജനാണ്, ഏത് തരത്തിലുള്ള ആൻറ്റിബോഡിയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന്. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും അയാൾ എന്തായിട്ടുണ്ടാവും? അയാളൊരു ചിക്കൻ പോക്സ് രോഗി ആയിട്ടുണ്ടാവും അല്ലേ. അതേസമയം ആ ചിക്കൻ പോക്സ് വന്ന് ആ വ്യക്തി ആ രോഗബാധിതനായി ഒടുവിൽ അയാളുടെ രോഗമൊക്കെ മാറിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ചിക്കൻ പോക്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസിൻ്റെ മെമ്മറി സെല്ലുകൾ എവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും? ആ വ്യക്തിയുടെ പ്ലാസ്മയിലുണ്ടാവും. രണ്ടാമത്തെ തവണ ഈ ചിക്കൻ പോക്സിൻ്റെ അണുക്കൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മെമ്മറി സെൽസ് ആക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആ രോഗാണുക്കൾ വരുമ്പോഴേ നമ്മുടെ സെല്ല് എന്തിനെ റെക്കഗ്നൈസ് ചെയ്യും? അന്ന് വന്ന് അറ്റാക്ക് ചെയ്ത ആളെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യും. എന്ത് ചെയ്യും? അതിന് അഗേൻസ്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ചിക്കൻ പോക്സിൻ്റെ ആൻറ്റിജൻസ് നമ്മുടെ ബോഡിയിൽ സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് അവയെ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. എന്ന് വെച്ചാൽ അവിടെയുള്ള ആ ഓർമ്മകോശങ്ങൾ എവിടെ ഉണ്ടാവും? ആ ബ്ലഡിനകത്ത് ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ പ്രത്യേകത, ഓർമ്മകോശങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള വാക്സിനേഷൻസ് എടുക്കും അല്ലേ.
ഏതൊക്കെ രോഗങ്ങൾക്കെതിരായിട്ട് വാക്സിനേഷൻ എടുക്കും? പെൻഡ വാക്സിൻ എടുക്കുന്നവരാണ്, ട്രിപ്പിൾ വാക്സിൻ എടുക്കുന്നവരുണ്ടാവും. ഇവയെല്ലാം ഏതെങ്കിലും ഒരു രോഗത്തിന് എതിരായിട്ടാണോ ആക്ട് ചെയ്യുക? അല്ല. നമ്മളൊരു വാക്സിനേഷൻ എടുത്തു എന്ന് വിചാരിച്ച് ആ എടുക്കുന്ന വാക്സിനേഷൻ ബാക്കിയുള്ള എല്ലാ രോഗങ്ങൾക്ക് എതിരായിട്ട് ആക്ട് ചെയ്യുമോ? ആക്ട് ചെയ്യില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു BCG വാക്സിനേഷൻ എടുത്തു എന്ന് വിചാരിക്കാം. ആ BCG എടുക്കുന്ന ഒരു പർട്ടിക്കുലർ രോഗത്തിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് അല്ലേ? ആ വരുന്ന വാക്സിൻ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നതിനെ ഒരു മൈക്രോബ്സ് ആണ്. ചിലപ്പോൾ അത് ലൈവായിട്ടുള്ള വാക്സിൻ ഉണ്ടാവാം, അറ്റൻവേറ്റഡ് ആവാം, അല്ലെങ്കിൽ കിൽഡ് വാക്സിൻസ് ആവാം. ഏത് വരുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു മൈക്രോബ്സ് ആയിരിക്കും. ആ മൈക്രോബ്സിനെയാണ് നമ്മൾ വാക്സിനേഷൻ വഴി, ഇമ്മ്യൂണൈസേഷൻ വഴി നമ്മുടെ ബോഡിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? വേണമെങ്കിൽ ആ വരുന്നവയെ നമുക്ക് എന്ത് ചെയ്യാം? നശിപ്പിച്ച് കളയാം. അല്ലെങ്കിൽ ആ വരുന്ന ആൻറ്റിജൻസിന് അഗൈൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാം, അവയെ നശിപ്പിച്ച് കളയാം. പക്ഷേ അപ്പോഴും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് അറിയാം അത് നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? അവയെ നശിപ്പിക്കാതിരിക്കും. ഇല്ലെങ്കിൽ ആ വരുന്ന ആ വാക്സിനേഷന് അല്ലെങ്കിൽ വാക്സിൻസിന് വേണമെങ്കിലും എന്ത് ചെയ്യാം? നമ്മുടെ ബോഡിയിലുള്ളവയെ നശിപ്പിച്ച് കളയാം. അങ്ങനെയൊന്നുമല്ല. എന്ത് ചെയ്യില്ല? നമ്മുടേതായിട്ടുള്ളത്, നമുക്ക് വേണ്ടതെന്ത്, നമ്മുടേതല്ലാത്തത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ പവർ ആർക്കുണ്ടായിരിക്കും? ഈ ഇമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരിക്കും. അതാണ് മൂന്നാമത്തെ ഡിസ്ക്രിമിനേഷൻ ഓഫ് എബൌട്ട് സെൽഫ് ആൻഡ് നോൺ സെൽഫ് സെൽസ്. നമ്മുടെ സ്വന്തമായുള്ളവയെയും നമുക്ക് സ്വന്തമല്ലാത്തവയെയും തിരിച്ചറിയാനുള്ള ഒരു പ്രോപ്പർട്ടി ആർക്കുണ്ടാവും? ഈ ആർജിത ഇമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവും. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയാണ് അല്ലേ? ചിലപ്പോൾ ഒരു സമയത്ത് നമുക്ക് ഒന്നിലധികം രോഗങ്ങൾ ഉണ്ടാവാം അല്ലേ? ഈ ഒന്നിലധികം രോഗങ്ങൾക്ക് നമ്മൾ പലതരത്തിലുള്ള വാക്സിനേഷൻസ് ആയിരിക്കും എടുക്കുക അല്ലേ? ഇന്ന രോഗത്തിന് ഇന്ന വാക്സിൻസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഡൈവേഴ്സിറ്റി പ്രോപ്പർട്ടി ആർക്കുണ്ടാവണം? ഈ ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ഉണ്ടാവണം. അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക? അവർ ആക്ട് ചെയ്യുക. സോ ദീസ് ആർ ദ 4 മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് എന്തിൻ്റെയാണ്? ആർജിത പ്രതിരോധ ശേഷി. ഏതാണ്? ഒന്ന്, രോഗാണുവിനെ തിരിച്ചറിയാനുള്ള പ്രോപ്പർട്ടി, ഇല്ലെങ്കിൽ രോഗാണു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ഓർമ്മ വെക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ മെമ്മറി സെൽസുകൾ സൂക്ഷിക്കാനുള്ള കഴിവ്. മൂന്നാമത്തത് സ്വന്തമായവനെയും സ്വന്തമല്ലാത്തതിനെയും തിരിച്ചറിയാനുള്ള കഴിവ്. ഒരു ഡൈവേഴ്സിറ്റി, വൈവിധ്യം കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ്. ഇവയെല്ലാം എന്തിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ്? ആർജിത പ്രതിരോധ ശേഷിയുടെ മാത്രം പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു രോഗം വന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിക്കൻ ബോക്സ് തന്നെ ആദ്യത്തെ തവണ വരുന്നു. നമ്മുടെ ബോഡിക്ക് ആ ആൻറ്റിജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കുറച്ച് സമയം എടുക്കും അല്ലേ? ആൻറ്റിജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട്? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അതൊരു ലോ ഇൻറ്റൻസിറ്റിയാണ്. നമ്മൾ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തേക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ ബോഡിയിൽ ആ അണുക്കളെല്ലാം ബാധിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ബോഡി ആദ്യമായിട്ട് ഒരു രോഗാണു വരുമ്പോൾ ആ രോഗാണുവിനെതിരെ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസിനെ നമ്മളെന്ന് വിളിക്കാം? പ്രാഥമിക പ്രതികരണം എന്ന് വിളിക്കും. ഒരു രോഗാണു വരുന്നു, ആ രോഗാണുവിനെതിരെ നമ്മുടെ ബോഡി പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡി എടുക്കുന്ന ആ പ്രതിരോധ ശേഷിയാണ് നമ്മളതെന്ന് വിളിക്കുക. ആദ്യമായി എടുക്കുന്ന പ്രതിരോധ ശേഷിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രാഥമിക പ്രതികരണം എന്ന് പറയുന്നത്. ഇത് സാധാരണ ഇതിൽ ലോ ഇൻറ്റൻസിറ്റി ആയിരിക്കും. വലിയ ശക്തമായിട്ടുള്ള പ്രതികരണമൊന്നും അവിടെ ഉണ്ടാവില്ല. കാരണം തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും അയാൾ രോഗകാരിയായിട്ടുണ്ടാവും. അതേസമയം സെക്കൻഡറി പ്രതികരണമുണ്ട്. ഓൾറെഡി ഒരു രോഗം വന്നു, ആ രോഗത്തിനെ നമ്മുടെ ബോഡി തിരിച്ചറിഞ്ഞ് അതിൻ്റെ മെമ്മറി സെൽസ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ രണ്ടാമത്തെ തവണ ആ രോഗം വരുമ്പോഴേക്കും നമ്മൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ പ്രതികരിക്കും? ഒരു ഹൈ ഇൻറ്റൻസിറ്റിയിലായിരിക്കും പ്രതികരിക്കുക. അങ്ങനെ ഹൈ ഇൻറ്റൻസിറ്റിയോട് കൂടിയുള്ള പ്രതികരണത്തിനെയാണ് നമ്മളതെന്ന് വിളിക്കുക? ദ്വിതീയ പ്രതികരണം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അതായത് ആർജിത പ്രതിരോധ ശേഷിക്ക് 2 തരത്തിലുള്ള പ്രതികരണങ്ങളാണുള്ളത്. ഒന്ന് പ്രാഥമിക പ്രതികരണവും, രണ്ടാമത്തേത് ദ്വിതീയ പ്രതികരണവും. പ്രതിരോധ ശേഷിയെ ഇനിയും പലതായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ആർജിത രോഗപ്രതിരോധ ശേഷിക്ക് ഇനിയും ഉണ്ട് ക്ലാസിഫിക്കേഷൻസ് അല്ലേ? സജീവ രോഗപ്രതിരോധ ശേഷിയെന്നും നിഷ്ക്രിയ രോഗപ്രതിരോധ ശേഷിയെന്നും ദ്രവ്യ പ്രതിരക്ഷ രോഗപ്രതിരോധ ശേഷിയെന്നും അതുപോലെ തന്നെ കോശ മധ്യവർത്തി രോഗപ്രതിരോധ ശേഷിയെന്നും ഇങ്ങനെ കുറേ അധികം ക്ലാസിഫിക്കേഷൻസ് ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പഠിക്കണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും CCL ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ഇനി ഞങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്